ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഹെയർ കെയറും ഹെയറിൽ എന്തെല്ലാം ഐറ്റംസ് ആണ് ഞാൻ അപ്ഗ്രേഡ് ചെയ്തത്, എൻ്റെ ഹെയർ ഓയിലിംഗ് റൂട്ടീനും കാര്യങ്ങളൊക്കെയാണ്. ഞാൻ ഏതൊക്കെ ഓയിൽസ് യൂസ് ചെയ്തു, ഏതൊക്കെ ഓയിൽസ് യൂസ് ചെയ്യുന്നുണ്ട്, എങ്ങനെയൊക്കെയാണ് യൂസ് ചെയ്യണേ, ഇത്തരം കാര്യങ്ങളാണ്. ആൻഡ് ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ പറയുകയാണ്, കുറേയൊക്കെ ഹെയറിൻ്റെ കാര്യം എന്ന് പറയുന്നത് ഹെറിഡിറ്ററി ആണ്. നമ്മുടെ പാരമ്പര്യം അനുസരിച്ചിട്ടാണ് നമുക്ക് ഹെയർ വരെ എന്തൊക്കെ വെച്ച് തേച്ചാലും നമുക്ക് വരാവുന്നതേ വരുള്ളൂ. പക്ഷെ അതിനെ ഹെൽത്തി ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യാം. അതിന് ഈ വക കാര്യങ്ങളൊക്കെ നമ്മളൊന്ന് യൂസ് ചെയ്താൽ മതി. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു 100% ഒരു ഹെയറിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ 70%ഉം എൻ്റെ പേഴ്സണൽ അഭിപ്രായത്തിൽ ഹെറിഡിറ്ററി തന്നെയാണ്. അതാണ് അതിൻ്റെ മേജർ തിങ്. പിന്നെ ഒരു 20% നമ്മുടെ ലൈഫ് സ്റ്റൈലും നമ്മുടെ ചേഞ്ചസും കാര്യങ്ങളൊക്കെയാണ്. ആൻഡ് നെക്സ്റ്റ് ഒരു 10% ആണ് നമ്മുടെ കെയർ, നമ്മുടെ ലവ്, നമ്മുടെ മെൻ്റൽ സ്ട്രെങ്ത്, ഇതിനൊക്കെ ബേസ് ചെയ്ത് വരുന്നതെന്നാണ് എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായം. സോ നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും അതിനെ എടുക്കാം. ഇപ്പോൾ ചില ആളുകൾക്ക് കുറേ മുടി ഉണ്ടാവും, പക്ഷെ അവർ പോയി ടക്ക് 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 എന്നുണ്ടായിരിക്കും വെട്ടിക്കളയും, കണ്ണിച്ചവരല്ലാണ്ട് വെട്ടിക്കളയും. അപ്പോൾ അത് അവർക്ക് ഇഷ്ടമില്ലാഞ്ഞിട്ടാണ്. അപ്പോൾ അത് അവരുടെ ചോയ്സാണ്. അപ്പോൾ അത് മനസ്സിലാക്കുക. ഞാൻ ഈ വീഡിയോ ചെയ്തു എന്ന് വിചാരിച്ചിട്ട് നാളെ നിങ്ങൾക്ക് പനങ്കൊല പോലെ മുടി, അല്ലെങ്കിൽ കാവ്യ മാധവൻ്റെ മുടി, അതല്ലെങ്കിൽ അത്രയും തിക്കായിട്ട് മുട്ടറ്റ മുടി, അങ്ങനെയൊന്നും ഞാനിവിടെ ഡിമാൻഡ് ചെയ്യുന്നില്ല. പക്ഷെ ഉള്ള മുടിയെ നമുക്ക് ഹെൽത്തി ആയിട്ട് കൊണ്ടെടുക്കാം. പ്ലസ് നമുക്ക് ആ ഒരു ഗ്രോത്തും അതേപോലെ തന്നെ ഒരു സ്ട്രെങ്ത്തും, നമുക്ക് കൊഴിച്ചിൽ കുറയ്ക്കാനായിട്ട്, അല്ലെങ്കിൽ ഡാൻഡ്രഫ് മാറാനായിട്ട്, അതേപോലെ നരയുണ്ടെങ്കിൽ നര മാറാൻ കംപ്ലീറ്റ്ലി മാറുമെന്ന് ഞാൻ പറയുന്നില്ല. പറയാൻ എനിക്ക് ഒട്ടും യോഗ്യതയില്ലാത്ത ഒരാളാണ്. എനിക്ക് നല്ലോണം ഗ്രേ ഹെയർ ഉള്ള ആളാണ്. ബട്ട് സ്റ്റിൽ നമുക്ക് നമ്മളെ കൊണ്ട് ചെയ്യാവുന്നൊരു കെയർ, നമ്മളെല്ലാ സാധനത്തിനും നമ്മൾ രാവിലെ എന്നിട്ട് പല്ല് വയ്ക്കുന്നുണ്ടല്ലേ, പല്ലിന് ആ ഒരു സ്ട്രെങ്ത്ത് കിട്ടാനും അത് ക്ലീൻ ആവാനും വേണ്ടി നമ്മളത് ചെയ്യുന്നുണ്ട്. അത് റെഗുലർ ബേസിസിൽ ചെയ്യുന്നുണ്ട്. അതേപോലെ നമ്മുടെ ഹെയറിനെ നമുക്ക് എങ്ങനെ ഹെൽത്തി ആയിട്ട് എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യാം, നമുക്ക് പ്രോബ്ലംസ് ഒക്കെ ഉണ്ടാവുകയാണെങ്കിൽ നമ്മൾ എന്തൊക്കെ പ്രോസസ്സിലൂടെ കടന്നു പോകണം, ഞാൻ എന്തൊക്കെയാണ് ചെയ്തിട്ടുള്ളതെന്നൊക്കെയാണ് ഇന്ന് പറയാൻ പോണത്. സോ നമുക്കിനി വേഗം വീഡിയോയിലേക്ക് കിടക്കാം. ഇൻട്രോ കുറച്ച് ലോങ് ആയില്ലേ. എനിവേസ്, അപ്പം നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് നമ്മുടെ ഹെയർ കെയർ റൂട്ടീനാണ്. ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ഹെയർ ഫോൾ വന്നാൽ, ഞാൻ ആദ്യം കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ ഞാൻ ഇവിടെയും പറയുകയാണ്, ജസ്റ്റ് യു ഗോ ആൻഡ് കൺസൾട്ട് എ ഡോക്ടർ. അത്രേ ഉള്ളൂ. ഫസ്റ്റ് തിങ് എന്ന് പറയുന്നത് നമ്മളൊരു ഡോക്ടറെ കാണാം. നമുക്ക് എല്ലാവർക്കും അറിയാം, ഒരു മിനിറ്റ് വണ്ടി പോകുന്നുണ്ട്. ഓക്കെ, അപ്പം നമുക്ക് എല്ലാവർക്കും അറിയാം ഈ ഒരു കൺസൾട്ടേഷൻ അല്ലെങ്കിൽ ഡോക്ടറെ അടുത്ത് പോകുക പറയുന്നത് കുറച്ച് എക്സ്പെൻസീവ് ആണ്. യെസ്, ഇറ്റ് ഈസ് എക്സ്പെൻസീവ്. കാരണം ഓഫ് കോഴ്സ് ഇതും ഒരു ബിസിനസ്സൊക്കെ തന്നെയാണ്. പക്ഷേ എന്നാലും നമ്മളൊന്ന് കൺസൾട്ട് ചെയ്യുക. നമുക്ക് ഫിസിക്കലി വേറെ എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടോ എന്നുള്ളത് ഒന്ന് അനലൈസ് ചെയ്യുക. അതിന് നമ്മൾക്ക് ഡോക്ടറെ ഹെൽപ്പ് എടുത്തേ പറ്റുള്ളൂ. കാരണം ഇപ്പോൾ എനിക്ക് ചിലപ്പോൾ കൺസൾട്ട് ചെയ്യുമ്പോൾ എഴുതി തന്നിട്ടുള്ള ടാബ്ലറ്റ് വൈറ്റമിൻ ഡി ആയിരിക്കാം, ചിലപ്പോൾ വേറൊരാൾക്ക് സിങ്കോവിറ്റ് ആയിരിക്കും, ചിലപ്പോൾ വേറൊരാൾക്ക് വേറെ എന്തെങ്കിലും ആയിരിക്കും, അയണിൻ്റെ കുറവോ വേറെ എന്തെങ്കിലും ഡെഫിഷ്യൻസി ആയിരിക്കും. അപ്പോൾ നമുക്ക് എന്താണ് പ്രോപ്പർലി നമ്മുടെ ബോഡിയിലുള്ള കുറവ്, ചിലർക്ക് തൈറോയ്ഡ് ആയിരിക്കാം. അപ്പോൾ എന്താണെന്നുള്ളത് നമ്മൾ ഡോക്ടറെ കൺസൾട്ട് ചെയ്തിട്ട് ഒന്ന് അനലൈസ് ചെയ്യുക. നമ്മുടെ ബോഡിയിൽ എന്തൊക്കെയാണ് കുറവ്, നമ്മൾ എന്തൊക്കെ ഇൻടേക്ക് ചെയ്യണം, ഏതൊക്കെ ബ്ലഡ് ടെസ്റ്റ് ചെയ്യണം, ഇത്തരം കാര്യങ്ങളാണ് നമ്മൾ ഏറ്റവും ഫസ്റ്റ് ചെയ്യേണ്ടത്. എന്നിട്ട് നമ്മൾ എന്തിലേക്കും പോകണ്ടു. സിവിയർ ഹെയർ ഫോളിൻ്റെ കാര്യം പറഞ്ഞത്, നോർമൽ ഹെയർ ഫോള് നമുക്ക് ഹെൽത്തി ആയിട്ട് ഹെയർ മെയിൻറ്റെയിൻ ചെയ്യണം എന്നൊക്കെ ആണെങ്കിൽ നമുക്ക് വീഡിയോയുടെ ബാക്കിയിൽ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ സിവിയർ ഹെയർ ഫോൾ ആണെങ്കിൽ ഒന്നും നോക്കണ്ട, നേരെ പോവുക, നല്ലൊരു സ്കിൻ സ്പെഷ്യലിസ്റ്റിനെ അല്ലെങ്കിൽ ഒരു ഡെർമേനെ പോയി കൺസൾട്ട് ചെയ്യുക. നല്ലൊരു ഡോക്ടർ തന്നെ ആയിരിക്കണം. നിങ്ങൾ അടുത്തുള്ള അല്ലെങ്കിൽ സാധാരണ ഒരു ഫിസിഷ്യനൊന്നും പോയി കാണിക്കരുത്. സ്കിൻ സ്പെഷ്യലിസ്റ്റ് അല്ലെങ്കിൽ ഡെർമേനെ തന്നെ പോയി കാണിച്ചിട്ട് കൺസൾട്ട് ചെയ്യുക. ചെക്കിങ്സ്, എന്തൊക്കെ ചെക്കപ്സ് നടത്തണോ അതെല്ലാം നടത്തി നിങ്ങൾ ഹെൽത്ത് വൈസ് കംപ്ലീറ്റ്ലി ഓക്കെ ആണ്, അല്ലെങ്കിൽ എന്തൊക്കെ ഇൻടേക്ക് ആണെന്നുള്ളത് കൺഫേം ചെയ്യുക, ഫൈനലൈസ് ചെയ്യുക. ഇതാണ് ഫസ്റ്റ് സ്റ്റെപ്പ് എനിക്ക് പറയാനുള്ളത്. ഓക്കെ, പിന്നെ അടുത്തൊരു സംഭവമാണ്, ഇവർ ചിലപ്പോൾ ഓയിൽസ് പ്രിസ്ക്രൈബ് ചെയ്യായിരിക്കും. അതൊന്നും നമ്മൾ വേണ്ട എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇൻടേക്ക് ചെയ്യാനുള്ള സംഭവങ്ങൾ മാത്രം അവർ പറയുന്ന രീതിയിൽ ഫോളോ അപ്പ് ചെയ്യുക. അതിനുശേഷം നമുക്കിനി ഹെയറിൻ്റെ കെയറിലേക്ക് കിടക്കാം. അപ്പോൾ ഞാൻ യൂസ് ചെയ്യുന്നത് നോർമലി കാച്ചിയ വെളിച്ചെണ്ണയാണ്. അമ്മ കാച്ചുന്ന വെളിച്ചെണ്ണയാണ് ഞാൻ യൂസ് ചെയ്യണേ. അമ്മ മാത്രമല്ല, ഞാനും കാച്ചാറുണ്ട്. സെയിം ഇൻഗ്രീഡിയൻസും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് തന്നെ ഞാൻ കാച്ചിയിട്ടാണ് എണ്ണ യൂസ് ചെയ്യാറ്. ആ ഓയിലിലേക്ക് ഞാൻ എക്സ്ട്രാ ഓയിൽസ് ഇപ്പോൾ മിക്സ് ചെയ്യാനൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ മാത്രം ഇത് ചെയ്താൽ മതി. നിങ്ങൾ പ്രോപ്പർലി നിങ്ങൾ എപ്പോഴും യൂസ് ചെയ്യാറുള്ള അതേ എണ്ണ തേച്ചിട്ട് നിങ്ങളുടെ ഹെയർ ഹെൽത്തി ആണ് എന്നുണ്ടെങ്കിൽ വേറെ ഒരു ചേഞ്ചിലേക്ക് നിങ്ങൾ കിടക്കേണ്ട, അത് തന്നെ ഫോളോ ചെയ്താൽ മതി. പക്ഷേ എന്നിട്ടും നിങ്ങൾക്ക് എക്സ്ട്രാ ഹെയർ ഫോൾ ഉണ്ട്, സിവിയർ ആയിട്ടുള്ള ഹെയർ ഫോളും കാര്യങ്ങളൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് സ്വിച്ച് ചെയ്യാൻ പറ്റുന്ന മറ്റൊരു അടിപൊളി ഹെയർ ഓയിലാണ്. ഇതെനിക്ക് ബ്ലഷ് വിത്ത് ആഷ്ല ഐശ്വര്യ ചേച്ചിയാണ് സജസ്റ്റ് ചെയ്ത് തന്നെ. അടിപൊളിയാണ്, ഒന്നും പറയാനില്ല. നിങ്ങൾക്ക് ഇതിൻ്റെ ബോട്ടിൽ കണ്ടറിയാം. ഞാൻ എന്താ ഇത്രയും യൂസ് ചെയ്ത് തീർത്തിട്ടുണ്ട്. കിഡിലനാണ്. നിങ്ങൾക്ക് ഹെയർ ഫോൾ കൂടുതലാണെന്ന് വിചാരിക്കും, ഒട്ടും കൺട്രോളിൽ വരുന്നില്ലെങ്കിൽ നിങ്ങൾ യൂസ് ചെയ്യുന്ന ഓയിൽ ഏതാണോ അത് ഒരു ആഴ്ചയിൽ ഒരു ദിവസം തേക്കുക. ബാക്കി ഒരു 3 ദിവസം ഈ ഓയിൽ യൂസ് ചെയ്യുകയാണെങ്കിൽ ഭയങ്കര ഒരു ചേഞ്ച് ഉണ്ടാവും. ഓക്കെ, അത് 100% ഉറപ്പാണ്. എനിക്ക് റിസൾട്ട് കിട്ടിയതാണ്. പക്ഷേ എനിക്കും ഐശ്വര്യ ചേച്ചിയും കിട്ടിയെന്ന് വിചാരിച്ചിട്ട് വേറെ ആൾക്ക് കിട്ടണമെന്നില്ല. പക്ഷെ എന്നാൽ പോലും ഒരു നോർമൽ റേഞ്ചിലുള്ള എല്ലാവർക്കും ഇതൊരു റിസൾട്ട് ഉണ്ടാക്കുന്ന ഓയിലാണ്. ബ്രാൻഡ് ഏതോ ആയിക്കോട്ടെ, കലോഞ്ചി ബ്ലാക്ക് സീഡ് ഒനിയൻ ഓയിലാണിത്. ഇത് യൂസ് ചെയ്യുകയാണെങ്കിൽ അടിപൊളിയാണ്. വിഷ് കെയറിൻ്റെ ബ്രാൻഡിൻ്റെയും അടിപൊളിയാണ് കേട്ടോ.
അപ്പോൾ മസ്റ്റായിട്ടും ട്രൈ ആവുന്ന ഒരു ഓയിലാണ്, അല്ലെങ്കിൽ ഒരു സ്വിച്ച് നിങ്ങൾ നോക്കുന്നുണ്ടെങ്കിൽ ഇത് സൂപ്പറാണ്, നല്ല റിസൾട്ടാണ്. ഇതിലേക്ക് ഇനി എക്സ്ട്രാ ഒന്നും ആഡ് ഓൺസ് വേണമെന്ന് നിർബന്ധമില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ ആഡ് ഓൺസ് എന്തെങ്കിലും ആഡ് ചെയ്യാം. നിങ്ങളുടെ ഓയിൽ വേണമെങ്കിൽ ഇതിൽ മിക്സ് ചെയ്തിട്ട് ബ്ലെൻഡ് ചെയ്തിട്ട് വേണമെങ്കിൽ ആഡ് ചെയ്യാം. എല്ലാത്തിൻ്റെയും ബെനിഫിറ്റ് ഒന്നിച്ച് കിട്ടട്ടെ എന്നൊക്കെ വിചാരിക്കുന്നവരുണ്ടെങ്കിൽ യെസ് യു ക്യാൻ ട്രൈ. അതല്ല ഇതിൻ്റെ മാത്രം റിസൾട്ട് അറിയെങ്കിൽ ഇത് മാത്രം നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ ഇതാണ് എൻ്റെ ഫസ്റ്റ് സജഷൻ. ആൻഡ് അടിപൊളി സംഭവമാണ്. ഞാനിപ്പോൾ യൂസ് ചെയ്യുന്നത് കൂടുതലും വിഷ് കെയർ എന്നുള്ള ബ്രാൻഡിൻ്റെയാണ്, ബ്രാൻഡ് പ്രൊമോഷൻ അല്ല. ഓക്കെ, അപ്പോൾ ഇത് വീക്ക്ലി വൺസ് എൻ്റെ ഓയിൽ യൂസ് ചെയ്യും. അതിനുശേഷം ബാക്കി 3 days ഇത് യൂസ് ചെയ്യും. പിന്നെ ഞാൻ ഹെയറിനെ വെറുതെ വിടും. ഹെയർ ഷാമ്പൂ വാഷ് ചെയ്തിട്ട് ലീവ് ചെയ്തിടാണ് പതിവ്. അപ്പം ഈ ഓയിൽ യൂസ് ചെയ്തിട്ട് വാഷ് ചെയ്യുന്ന സമയത്തും അതല്ലാത്ത ദിവസവും ഞാൻ യൂസ് ചെയ്തിരുന്ന വേറൊരു സംഭവമാണ് ഈ ഒരു റോസ്മേരി എസെൻഷ്യൽ ഓയിൽ. ഇത് ഞാൻ യൂസ് ചെയ്ത വഴി എന്ന് പറയുന്നത്, നമുക്ക് ഓരോരുത്തർക്കും ഓരോ മെത്തേഡിൽ ഇത് യൂസ് ചെയ്യാം. നമുക്ക് ഓരോരുത്തർക്കും എങ്ങനെയാണിത് യൂസ് ചെയ്യാൻ സൗകര്യം അതുപോലെ യൂസ് ചെയ്യാം. പക്ഷേ ഇതിനൊക്കെ ഒരു ലിമിറ്റ് ഉണ്ട്. ഇത് എസെൻഷ്യൽ ഓയിലാണ്. അതിൻ്റെ കംപ്ലീറ്റ് എസെൻസ് ഈ ഒരു ബോട്ടിലുണ്ട്. ഈ റോസ്മേരിയുടെ ഇതിനാണെങ്കിൽ ഒരു സ്പെഷ്യൽ സ്മെല്ലും ആണ് കേട്ടോ. പ്രത്യേകതരം ഒരു സ്മെല്ലാണ്. എന്താ പറയുക അതിനെ, ഒരു പ്രത്യേകതരം സ്മെല്ലാണ്. അങ്ങനെ ഭയങ്കരമായിട്ട് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ടൈപ്പ് ഓഫ് ഒരു സ്മെല്ലല്ല, പക്ഷെ എന്നാലും നല്ലൊരു സ്മെല്ലാണ്. എനിക്കിഷ്ടമാണ് ഇതിൻ്റെ സ്മെല്ല്. പക്ഷേ പെട്ടെന്ന് എല്ലാവരും ഐഡൻറ്റിഫൈ ചെയ്യും എന്തോ നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ടെന്നുള്ളത് മനസ്സിലാക്കണ കൈൻഡ് ഓഫ് ഒരു സ്മെല്ലാണ്. ആൽപ്സ് ഗുഡ്നെസ്സിൻ്റെ ഈ ഒരു റോസ്മേരി എസെൻഷ്യൽ ഓയിലാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. ഇത് ഡാൻഡ്രഫ് റിമൂവ് ചെയ്യാനൊക്കെ ഹെൽപ്പ് ചെയ്യും കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ബ്രാൻഡിൻ്റെ യൂസ് ചെയ്യാം. ഇപ്പോഴും പല ബ്രാൻഡുകളായിരിക്കും സജസ്റ്റ് ചെയ്യുന്നുണ്ടാവും. ഞാനിതിപ്പോൾ ഇതിൻ്റെ യൂസ് ചെയ്തത് എനിക്ക് റിസൾട്ട് ഉണ്ടായി. അത് വിചാരിച്ച് ഇതന്നെ യൂസ് ചെയ്യണമെന്നില്ല, നിങ്ങൾക്ക് ഏത് ബ്രാൻഡിൻ്റെ വേണമെങ്കിലും യൂസ് ചെയ്യാം. അപ്പം ഞാനിങ്ങനെ യൂസ് ചെയ്തതെന്ന് വെച്ചാൽ ഹെയർ ഞാൻ വാഷ് ചെയ്യുമ്പോൾ ലാസ്റ്റ് റിൻസിൽ ഇതിൻ്റെ ഒരു 5 drops ഇട്ടിട്ട് ഹെയർ വാഷ് ചെയ്തെടുക്കുകയാണ് പതിവ്. എന്നിട്ട് പിന്നെ ഞാൻ ഒന്നും ചെയ്യില്ല, ഇത് മാത്രം ഇട്ടിട്ട് അങ്ങനെ ഇരിക്കും. അതാണ് എൻ്റെ ഒരു രീതിയിൽ ഞാൻ ഫസ്റ്റ് യൂസ് ചെയ്തത് അങ്ങനെയാണ്. അപ്പോൾ ആദ്യം എന്താ ചെയ്തതെന്ന് വെച്ചാൽ ആദ്യം ഒരു 2 drop ഇട്ടിട്ട് ഹെയർ കുറച്ച് വെള്ളത്തിൽ ഞാൻ എടുത്തിട്ട് ഇവിടേക്ക് ഒന്ന് ട്രൈ ചെയ്ത് നോക്കി ഫസ്റ്റ് ഡേ. അപ്പോൾ എനിക്ക് ഇച്ചിനെസ്സോ അല്ലെങ്കിൽ ബേണിംഗ് സെൻസേഷനോ അങ്ങനത്തെ ഒരു ഇഷ്യൂസും ഉണ്ടായില്ല എന്ന് കൺഫേം ചെയ്തിട്ട് പിറ്റേ ദിവസമാണ് ഞാനത് സ്റ്റാർട്ട് ചെയ്യണത്. അപ്പോൾ ഞാൻ കുളിക്കുന്ന സമയത്ത് ആദ്യം ചൂടുവെള്ളത്തിൽ ഇത് മിക്സ് ചെയ്ത് വയ്ക്കും ഒരു കപ്പിൽ. എന്നിട്ട് അത് മാറ്റി വയ്ക്കും. അപ്പോൾ കുളിയൊക്കെ കഴിയുമ്പോഴേക്കും ആ വെള്ളം ഒന്ന് നോർമൽ ടെമ്പറേച്ചറിലേക്ക് വന്നിട്ടുണ്ടാവും. ഫൈനൽ റിൻസിൽ ഞാൻ ഇത് യൂസ് ചെയ്തിട്ട് വാഷ് ചെയ്തെടുക്കുകയാണ് ചെയ്യാറ്. അങ്ങനെയാണ് ഞാനിത് ഫസ്റ്റ് യൂസ് ചെയ്തത്. അതിനുശേഷം ഞാൻ എൻ്റെ ഓയിലിൽ മിക്സ് ചെയ്യാൻ തുടങ്ങി. അതെങ്ങനെയാണെന്ന് വെച്ചാൽ ഇത് ഒലീവ് ഓയിലാണ്, അതേപോലെ ഇത് സ്വീറ്റ് ആൽമണ്ട് ഓയിലാണ്. അപ്പോൾ ഒലീവ് ഓയിലും സ്വീറ്റ് ആൽമണ്ട് ഓയിലും ഈക്വൽ മെഷർമെൻറ്റിൽ ഇതിൽ ഒഴിക്കാൻ തുടങ്ങി. എന്നിട്ട് നന്നായി ബ്ലെൻഡ് ചെയ്തതിന് ശേഷം ഇതിന് ആവശ്യമുള്ളത് കയ്യിലേക്ക് എടുക്കും. അതിലേക്ക് ഞാൻ 2 to 3 drops ഈ ഒരു റോസ്മേരി ഓയിലും കൂടെ ബ്ലെൻഡ് ചെയ്ത് നല്ലോണം സ്കാൽപ്പിൽ മസാജ് ചെയ്തിട്ട് നമ്മൾ വാഷ് ചെയ്യും. വാഷ് ചെയ്യുന്ന സമയത്തും ഞാൻ ഇത് വെച്ചിട്ട് തന്നെയാണ് റിൻസ് ചെയ്യാറുള്ളത്. അപ്പോൾ ആ രീതിയിലും ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട്. പിന്നീട് ഇപ്പം എനിക്ക് ഹെയർ ഫോളൊക്കെ ഒരു കൺട്രോളിൽ വന്നതിന് ശേഷം ഞാനിതെല്ലാം ചേഞ്ച് ചെയ്തു. പിന്നെ എന്താ ചെയ്തതെന്ന് വെച്ചാൽ ഈ ഒരു ബോട്ടിലേക്ക് ഞാൻ എൻ്റെ കാച്ചിയ വെളിച്ചെണ്ണയും ആൽമണ്ട് ഓയിലും പിന്നെ ഒലീവ് ഓയിലും എല്ലാ ഓയിൽസും കൂടെ മിക്സ് ചെയ്തിട്ട് ഞാനിത് ഷേക്ക് ചെയ്ത് വെക്കാൻ തുടങ്ങി. പിന്നെ ഇതാണ് ഞാൻ ട്രാവൽ ചെയ്യുമ്പോഴൊക്കെ കൊണ്ടുപോവുക. ഇതിലേക്ക് ഞാൻ റോസ്മേരി യൂസ് ചെയ്യാറില്ല. ഞാൻ പറഞ്ഞ പോലെ ലാസ്റ്റ് റിൻസിലാണ് യൂസ് ചെയ്യാറ്. പക്ഷേ ഞാൻ പുറത്തേക്കൊക്കെ പോകുന്ന സമയത്ത്, അതായത് വീട്ടിലില്ലാത്ത സമയത്ത് നമുക്ക് എപ്പോഴും അത് കൺവീനിയൻ്റ് ആയിരിക്കില്ല. ഈ ബോട്ടിൽ വെള്ളത്തിൽ ഒഴിച്ച് ലാസ്റ്റ് റിൻസിൽ അത് വാഷ് ചെയ്യാന്ന് പറയുന്നതൊന്നും നമുക്ക് പ്രാക്ടിക്കലി പോസിബിൾ അല്ല. അപ്പോൾ ഞാൻ ഇത് കുറച്ച് കയ്യിലെടുത്തിട്ട് ഇതിലേക്ക് ഒരു 2 drop, അതായത് ജസ്റ്റ് ഇതിൻ്റെ ഒരു എസെൻസ് അതിൽ കിടന്നോട്ടെ വെച്ചിട്ട് മാത്രം ഇതിട്ടിട്ട് ഒന്ന് മസാജ് ചെയ്ത് 15 minutes മാക്സിമം വെച്ചിട്ട് ഷാമ്പു വാഷ് ചെയ്തിട്ട് കളയാറാണ് പതിവ്. പക്ഷെ അതിനേക്കാളും എനിക്ക് റിസൾട്ട് തോന്നിയത് ലാസ്റ്റ് റിൻസിൻ്റെ കാര്യമാണ്. ചിലവർ ഇത് സ്പ്രേ ആയിട്ട് യൂസ് ചെയ്യാറുണ്ട്, അതും നല്ല റിസൾട്ടാണെന്ന് കേട്ടിട്ടുണ്ട്. വണ്ടി പോകാനുള്ള പ്ലാൻ ഉണ്ട്. അങ്ങനെ വണ്ടി പോയി. എനിക്ക് ഇതാണ് രാവിലെ ഷൂട്ട് ചെയ്യാൻ ഇഷ്ടമല്ല, കാരണം എപ്പോഴും സൗണ്ടോ കോളിംഗ് ബെല്ലോ എന്തെങ്കിലും ഡിസ്റ്റർബൻസ് ആയിരിക്കും. രാത്രി മോശമെന്നല്ല, പിന്നുള്ളത് കണ്ടില്ലേ, കറണ്ട് ഉണ്ടായില്ല. അപ്പോൾ അത് പോട്ടെ. അപ്പോൾ ഇങ്ങനെയാണ് ഞാൻ യൂസ് ചെയ്തിട്ടുള്ളതും ചെയ്യാറുള്ളതും. അപ്പോൾ എസെൻഷ്യൽ ഓയിലായിട്ട് ഡ്രോപ്സ് ഇട്ടിട്ട് ഞാൻ തലയിൽ മസാജും ചെയ്യാറുണ്ട്. അതല്ലാത്ത ദിവസങ്ങളിൽ ലാസ്റ്റ് റിൻസിൽ യൂസ് ചെയ്യാറുണ്ട്. ഇപ്പം ഞാൻ കംപ്ലീറ്റ്ലി ഇത് നിർത്തിയെന്ന് തന്നെ വേണമെങ്കിൽ പറയാം. ഇടയ്ക്കൊക്കെ യൂസ് ചെയ്യും, വീക്ക്ലി വൺസ് ലാസ്റ്റ് റിൻസിൽ യൂസ് ചെയ്യും. ചിലപ്പോൾ ഞാൻ ഓയിലിൽ മിക്സ് ചെയ്യും. അത് നമ്മുടെ കൺവീനിയൻസ് അനുസരിച്ച് നമുക്ക് മാറ്റാം. പക്ഷേ ഹെയർ ഫോൾ എനിക്ക് ഭയങ്കരമായിട്ട് കൺട്രോളിൽ വന്നു. ഭയങ്കര കൺട്രോളിൽ വന്നതെന്ന് വെച്ചാൽ എനിക്ക് തന്നെ വിശ്വസിക്കാൻ പറ്റില്ല. ഞാൻ നിങ്ങൾക്ക് എൻ്റെ ഹെയർ ഫോളിൻ്റെ ഫോട്ടോ ഇവിടെ കൊടുക്കാം, നിങ്ങൾ തന്നെ ഞെട്ടും. ഞാൻ ഹെയർ സ്പാ ചെയ്യാൻ വേണ്ടി ഞാൻ അന്ന് പറഞ്ഞില്ലേ, സ്പാ ചെയ്യാൻ പോയിട്ട് അവിടുത്തെ ചേച്ചീൻ്റെ അടുത്ത് പറഞ്ഞു ഞാൻ ഹീറ്റ് ആഡ് ചെയ്യുന്നില്ല, എനിക്ക് പേടിയുണ്ട്, എന്താ ഞാൻ ചെയ്യേണ്ടതെന്ന് എനിക്കറിയില്ല, ജസ്റ്റ് വാഷ് ചെയ്തിട്ട് വിടാം മോളെ, എന്തായാലും പോയി ഡോക്ടറെ കാണുന്ന പറഞ്ഞത്. ആ സമയത്ത് നമുക്ക് വരുന്ന ഒരു ടെൻഷൻ ഉണ്ടല്ലോ, എനിക്കറിയില്ല, ഞാൻ അത്രയും ഞാൻ പേടിച്ചിട്ടുണ്ട്. ഞാൻ പോയി ഫുൾ ബ്ലഡ് ടെസ്റ്റും ചെയ്തു, സ്കാനും ചെയ്ത് എനിക്ക് വൈറ്റമിൻ ഡിയുടെ ഡെഫിഷ്യൻസി ആയിരുന്നു എന്നുള്ളത് ഞാൻ കണ്ടുപിടിച്ച് ആ ടാബ്ലറ്റ് ഇൻടേക്ക് ചെയ്യാൻ തുടങ്ങിയപ്പോഴാണ് ആക്ച്വലി എനിക്ക് കുറച്ചെങ്കിലും കൺട്രോളിൽ വന്നത്. അപ്പം ഇത് മാത്രമല്ല എനിക്ക് റിസൾട്ട് തന്നെയെന്ന് ഞാൻ പറയുന്നത്, നമ്മുടെ ഡെഫിഷ്യൻസി എന്തൊക്കെയാണോ ആ സംഭവങ്ങളൊക്കെ ഇൻടേക്ക് ചെയ്യാൻ തുടങ്ങി, ടാബ്ലറ്റ്സ് എടുക്കാൻ തുടങ്ങി, ഹെയർ ഫോളിൻ്റെ ടാബ്ലറ്റൊക്കെ ഞാൻ കഴിക്കാൻ തുടങ്ങിയതിന് ശേഷമാണ് ശരിക്കും കൺട്രോളിൽ വന്നത്. ഓക്കെ,
അപ്പോൾ അത് മെൻഷൻ ചെയ്തത് ഞാൻ പ്രത്യേകം പറയുകയാണ്, ഇതുകൊണ്ട് മാത്രം നമ്മുടെ ഹെയർ ഫോൾ കൺട്രോളിൽ വരില്ല. നമുക്ക് എന്താണ് ഇഷ്യൂ എന്നുള്ളത് നമ്മൾ ആദ്യം ഐഡൻറ്റിഫൈ ചെയ്യണം. മേജറായിട്ട് മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, നമുക്കൊരു നോർമൽ ഹെയർ ഫോളേ ഉള്ളൂ, ഒരു 50 to 60 റേഞ്ചിലാണ് മാക്സിമം ഹെയർ കൊഴിയുന്നുള്ളൂവെങ്കിൽ നമുക്കിത് യൂസ് ചെയ്യുകയാണെങ്കിൽ കുഴപ്പമില്ല. 100+ ഒക്കെ കൊഴിയുമ്പോഴാണ് ഞാൻ ഈ പറഞ്ഞ ഒരു മെഡിക്കൽ കണ്ടീഷൻ നമ്മളൊന്ന് ചെക്ക് ചെയ്യാമെന്ന് പറയുന്നത്. ഓക്കെ, നോർമൽ റേഞ്ചിലൊക്കെ ആണെങ്കിൽ നമുക്കിത് ഭയങ്കര ഹെൽപ്ഫുൾ ആയിരിക്കും. ആൻഡ് ഞാൻ കഴിഞ്ഞതിൽ പറഞ്ഞ പോലെ ലൂക്ക് വാം വാട്ടർ ഉപയോഗിച്ചിട്ട് ഹെയർ വാഷ് ചെയ്യുക. പ്രത്യേകിച്ച് നമ്മൾ ക്ലൈമറ്റ് ചേഞ്ച്, വാട്ടർ ചേഞ്ച് ഒക്കെ വരുന്ന സമയത്ത് അതും ശ്രദ്ധിക്കണം. പിന്നെ ഞാൻ ഹെയറിൽ യൂസ് ചെയ്യാറുള്ള അടുത്തൊരു സംഭവമാണ്, ഹെയർ വാഷ് കഴിഞ്ഞിട്ട് ഞാൻ ഈ ഒരു ജാസ്മിൻ്റെ ഓയിൽ യൂസ് ചെയ്യാറുണ്ട്. ഇത് നോൺ സ്റ്റിക്കി ആയിട്ടുള്ള സെറത്തിന് പകരം യൂസ് ചെയ്യാവുന്ന നല്ല സ്മെല്ലുള്ള അടിപൊളി സംഭവം. ഇത് ഞാൻ മോളുടെയും ഹെയറിൽ യൂസ് ചെയ്യാറുണ്ട് കേട്ടോ. അവൾക്കാണെങ്കിൽ ഭയങ്കര സ്വെറ്റ്നെസ്, അപ്പം നല്ലോണം ഇങ്ങനെ സ്മെല്ലടിക്കും, ഭയങ്കര സ്മെല്ലാണ്. എത്ര നമ്മൾ ഞാനവൾക്ക് ഷാമ്പു വരെ ഉപയോഗിച്ചിട്ട് വാഷ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പക്ഷെ എന്നാൽ പോലും അവൾക്ക് ഭയങ്കര സ്വെറ്റിംഗ് ആണ്. ഈവൻ അത് വയനാടാണെങ്കിൽ പോലും തണുപ്പുള്ള ക്ലൈമറ്റിൽ, തൃശ്ശൂരാണെങ്കിൽ പിന്നെ പറയും വേണ്ട, ഒട്ടുക്കത്തെ ചൂടാണല്ലോ. അപ്പോൾ അതിൻ്റേതായ ഇഷ്യൂസ് അവൾക്ക് ഉണ്ട്. അപ്പം ഞാൻ ഇടയ്ക്ക് ഈ ഒരു ഇത് കൊടുക്കാറുണ്ട്. സംഭവം ഇതുകൊണ്ട് സൂപ്പർ സ്മെല്ലൊന്നും വരില്ല, കാരണം വേർപ്പിനോട് മിക്സ് ആയിട്ടുള്ള സ്മെല്ലല്ലേ, പെർഫെക്റ്റ് സ്മെല്ലൊന്നുമല്ല. പക്ഷെ എന്നാലും ആ വേർപ്പിൻ്റെ ആ ഒരു ഹാർഡ്നെസ് ഒന്ന് റെഡ്യൂസ് ചെയ്യാനായിട്ട് ഇത് ഹെൽപ്പ് ചെയ്യും. നമ്മുടെ ഹെയറിലായാലും ഒരു ഗ്ലോസി എഫക്റ്റ് ഉണ്ടാവാനായിട്ട് ഇത് അടിപൊളിയായിട്ട് ഹെൽപ്പ് ചെയ്യും കേട്ടോ. പിന്നെ ഞാൻ യൂസ് ചെയ്യാറുള്ളതാണ്, അതായത് സിറം യൂസ് ചെയ്യാൻ മടിയുള്ളവർക്കാണ് ഞാൻ ഇത് പറയണം. ഓക്കെ, പിന്നെ അടുത്തത് ഞാൻ ഈ ലോറിയലിൻ്റെ സിറാണ് യൂസ് ചെയ്യണത്. ഇത് 2025 എക്സ്പയറി ഉണ്ട്, അതുകൊണ്ട് ഇത് 22 കണ്ട് വാങ്ങിയത്. വാങ്ങി അന്നിട്ട് ഇപ്പോഴും ഞാൻ യൂസ് ചെയ്യുന്നുണ്ട്. ഇത് അങ്ങനെ തീർന്നിട്ടൊന്നുമില്ല. ഞാൻ അങ്ങനെ റെഗുലർ ബേസിസിൽ എന്നല്ല, അങ്ങനെ യൂസ് ചെയ്യുന്ന ആളെ അല്ല, വല്ലപ്പോഴും യൂസ് ചെയ്യും. അപ്പോൾ അതുകൊണ്ട് എനിക്കിത് ഈ ഒരു കുപ്പി ഉണ്ടെങ്കിൽ തന്നെ ചിലപ്പോൾ എനിക്ക് 25 വരെ ഈ ഒരു കുപ്പി തന്നെ മതിയോ, അത്രയും കുറവേ ഞാനത് യൂസ് ചെയ്യുന്നുള്ളൂ. പക്ഷേ ഇത് അടിപൊളിയാണ്, യു ക്യാൻ ഡെഫിനറ്റ്ലി മസ്റ്റ് ബൈ എന്ന് തന്നെ ഞാൻ പറയും. ഇത്രയൊക്കെയാണ് ഞാൻ എൻ്റെ ഹെയറിൽ യൂസ് ചെയ്യാറുള്ള ഓയിൽസും കാര്യങ്ങളും. ഇനി എങ്ങനെയാണ് യൂസ് ചെയ്തതെന്നുള്ളത് പ്രോപ്പർലി നിങ്ങൾക്ക് കാണണം എന്നാണെങ്കിൽ നമുക്ക് ഹെയർ കട്ടിൻ്റെയും അതേപോലെ എൻ്റെ ഹെയർ റീഗ്രോത്ത് ജേർണി എന്ന് പറഞ്ഞിട്ട് ഞാൻ എന്തായാലും ചെയ്യാനൊരു പ്ലാൻ ഉണ്ട്. അപ്പോൾ എൻ്റെ കട്ടിൻ്റെ വീഡിയോയും എല്ലാം കൂടെ ഇൻക്ലൂഡ് ചെയ്തിട്ട് ഞാനത് ചെയ്യാം. പിന്നെ വേറൊരു സംഭവം എന്താ വെച്ചാൽ, നമുക്ക് ഡാൻഡ്രഫ് ഉണ്ടെങ്കിൽ ഇതൊക്കെ ഓയിൽ അപ്ലൈ ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അതിൽ ഫസ്റ്റ് വണ്ണാണ്, നമ്മളൊരു കോമ്പ് എടുക്കുക, പാർട്ടീഷൻ ചെയ്യുക, നന്നായിട്ട് ഇങ്ങനെ സ്ക്രബ് ചെയ്യുക. നിങ്ങൾക്ക് കാണുന്നുണ്ടല്ല, ഇപ്പോൾ ചിലപ്പോൾ ഇങ്ങനെ ഡ്രൈ ഡാൻഡ്രഫ് ഇങ്ങനെ നിലത്തേക്ക് വീഴും. ഇനി നമ്മൾ നന്നായിട്ട് സ്ക്രബ് ചെയ്തിടുക. കണ്ട വീഴുന്നുണ്ട്, നിങ്ങൾക്ക് കാണുന്നുണ്ടെങ്കിൽ അറിയില്ല, എനിക്ക് കാണാം. ഓക്കെ, അപ്പോൾ എന്തായാലും നന്നായിട്ട് സ്ക്രബ് ചെയ്തതിന് ശേഷം മാത്രം ഓയിൽ അപ്ലൈ ചെയ്യുക. നമ്മുടെ സ്കാൽപ്പിൽ ഇമ്പ്യൂരിറ്റീസ് ഇരിക്കുന്ന സമയത്ത് നമ്മൾ എത്ര ഓയിൽ അപ്ലൈ ചെയ്തിട്ടും ഒരു കാര്യമില്ല കേട്ടോ. എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ മുകളിലാണ് ഇതാവണേ, നമ്മുടെ സ്കാൽപ്പിലേക്ക് അത് ഇറങ്ങണില്ല. അതുകൊണ്ട് നന്നായി സ്ക്രാച്ച് ചെയ്ത് സ്ക്രബ് ചെയ്തിട്ട് മാത്രം നമ്മൾ അപ്ലൈ ചെയ്യുക. അത് വെച്ച് തല ചൊറിഞ്ഞ് പൊട്ടിക്കരുത്. ഇനി നഖം കൊണ്ട് തന്നെ നമുക്ക് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ അതാണ് നല്ലത്. എനിക്കൊരു ഹെയർ ഓയിലിൻ്റെ കൊളാബറേഷൻ വന്നിട്ടുണ്ട്. അപ്പോൾ അവരാണ് എൻ്റെ അടുത്ത് അങ്ങനെ പറഞ്ഞത്, ഇതൊരു 15 days കണ്ടിന്യൂസ് ചെയ്തിട്ട് നിങ്ങൾ അതിൻ്റെ റിസൾട്ട് അപ്ഡേറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അന്ന് എനിക്ക് സിവിയർ ഹെയർ ഫോളുള്ള സമയമായതുകൊണ്ട് എനിക്ക് ആ ഓയിലൊന്നും നിന്നില്ല. ഡോക്ടറൊക്കെ കാണിച്ചിട്ടാണ് പിന്നെ അത് കുറഞ്ഞത്. അതിന് ശേഷം ഞാൻ ആ ഓയിൽ യൂസ് ചെയ്തു, അടിപൊളി ഓയിലാണ്. അതിൻ്റെ ഞാൻ ജെനുവിൻ ആയിട്ടുള്ളൊരു റിവ്യൂ, അതായത് അത് ഒരു 6 months മുന്നൊക്കെ ചെയ്തിട്ടുള്ളതാണ് കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഞാൻ എൻ്റെ അനിയത്തിയോടും അത് യൂസ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായി. അപ്പോൾ അതിന് ശേഷമുള്ള ഒരു ജെനുവിൻ റിവ്യൂ ഞാൻ വീഡിയോ ഇടാം, കാരണം അവരെനിക്ക് സെൻഡ് ചെയ്തെന്താണ്, എനിക്ക് അതിൻ്റെ വീഡിയോ ഇടാനേ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അത് ഞാൻ എന്തായാലും ചെയ്യും. അതിപ്പോൾ ചെയ്യുന്നുണ്ടാവില്ല, ഇതിൻ്റെ ആണ് ഇപ്പോൾ ഞാൻ അപ്ഡേഷൻ പറയണത്. മറ്റേത് പണ്ട് ചെയ്ത് സെറ്റാക്കിയൊരു സംഭവമാണ്. പിന്നെ ഞാൻ മല്ലാനിയത്തിയാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ റിവ്യൂ ചെയ്യാം, ആൻഡ് അത് ഞാൻ പിന്നീട് ചെയ്യാം. അപ്പോൾ എന്തായാലും ഇത് ആ ഒരു രീതിയിൽ നിങ്ങൾ പ്രോപ്പർലി ഫോളോ ചെയ്യണമെങ്കിൽ, അത് ഏത് ഓയിലാണെങ്കിലും സ്കാൽപ്പ് മസാജ് ചെയ്യാതെ, സ്കാൽപ്പ് സ്ക്രബ് ചെയ്യാതെ, എന്ത് ഓയിൽ ഇട്ടിട്ടും നമ്മുടെ സ്കാൽപ്പിലേക്ക് അബ്സോർബ് ആവില്ല, ഇമ്പ്യൂരിറ്റീസ് കൂടും ചെയ്യും, ഡാൻഡ്രഫ് കൂടും ചെയ്യും. അപ്പോൾ നമ്മൾ പോസിറ്റീവായിട്ട് വിചാരിച്ച് ചെയ്താലും നമുക്ക് നെഗറ്റീവ് ആയിട്ടുള്ള ഒരു റിസൾട്ടാണ് ഉണ്ടാവുക. അല്ലാണ്ട് ആ എണ്ണ കൊള്ളില്ല, അല്ലെങ്കിൽ അത് പൊട്ടയായതുകൊണ്ടാണ് റിസൾട്ട് ഇല്ലാത്തതെന്ന് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. അപ്പോൾ ഇതാണ് മെയിനായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം. ഇനി വേറൊരു സംഭവം, അപ്പോൾ ഇതൊക്കെയാണ് ഓയിലിങ്ങിൻ്റെ കാര്യങ്ങൾ. പിന്നെ എനിക്ക് കോമൺ ആയിട്ട് കാര്യം പറയാനുള്ളത്, ഹെയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇഷ്ടമാണോ നിങ്ങൾക്ക് വളർത്താം. ഇഷ്ടമില്ലാത്ത ഒരുപാട് പേരുണ്ട്, മൈൻഡ് ചെയ്യേണ്ട, അവർക്ക് ഇഷ്ടമല്ലെങ്കിൽ വേണ്ട. നമ്മളൊരു ഇൻഡിവിജ്വലാണ്, നമുക്ക് ഇഷ്ടമാണെങ്കിൽ നമുക്ക് വളർത്താം. അപ്പോൾ എനിക്ക് എൻ്റെ ഹെയർ ഇഷ്ടമായതുകൊണ്ടാണ് ഞാനിതിനെ പ്രോപ്പറായിട്ട് ഹെയർ കെയർ ചെയ്ത് നമ്മുടേതായ രീതിയിൽ വളർത്തി, ഇഷ്ടമുള്ള രീതിയിൽ കട്ട് ചെയ്ത്, ഇഷ്ടമുള്ള രീതിയിൽ വളർത്തി, ഇഷ്ടമുള്ള ലെങ്ത്തിൽ ഞാൻ അതിനെ മെയിൻറ്റെയിൻ ചെയ്ത്, ഇഷ്ടമുള്ള ഹെയർ കട്ട്സ് ചെയ്ത് വളർത്തുന്നത്. അല്ലാണ്ട് വേറൊരാളുടെ ഇൻപുട്ട് അതിലില്ല. എനിക്കിഷ്ടമാണ്, ഞാൻ പോയി കട്ട് ചെയ്യും. ചിലപ്പോൾ ഞാൻ ഹെയർ കട്ട് ചെയ്യാൻ വേണ്ടി വലിയ കാര്യത്തിൽ പോകും. അവിടെ ചെന്നിട്ട് പാർലറിലെ ചേച്ചിമാരുടെ അടുത്ത് തന്നെ ഞാൻ പറയും, അതെ കുറച്ച് കയറ്റി വിട്ടു, കുറച്ചും കൂടി കയറ്റി വിട്ടു, അങ്ങനെ പറഞ്ഞിട്ട് അങ്ങനെ, അതായത് ഒട്ടും വെട്ടണ്ട, കുറച്ച് കെട്ടിയാൽ മതി എന്ന് പറയുന്ന ഒരാളാണ് ഞാൻ. അതായത് എനിക്കിഷ്ടമാണ്, അതുകൊണ്ടാണ്. ഇപ്പം ഞാൻ സജിത്ത് ആൻഡ് സുജിത്തിൻ്റെ പാർലറിൽ പോയിട്ടുണ്ടായിരുന്നു. അടിപൊളി സർവീസാണ്. ഞാൻ 2 years ആയിട്ടോ പോയിട്ട്. അപ്പോൾ അവിടെ പോയിട്ട് ഞാൻ ഹെയർ കട്ട് ചെയ്യാൻ വേണ്ടി ചെന്നു. അപ്പോൾ എനിക്ക് അവിടെ ആയതുകൊണ്ട് എനിക്കൊരു മേക്ക് ഓവർ വേണമെന്നുള്ള ആഗ്രഹമായിരുന്നു. ഞാൻ അവരുടെ അടുത്ത് പറഞ്ഞു, എനിക്ക് ഹെയർ ഒന്ന് കട്ട് ചെയ്ത് തരണം എന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ അവരെൻ്റെ അടുത്ത് ചോദിച്ചു, എങ്ങനെ കട്ട് ചെയ്യേണ്ടത്. ഞാൻ പറഞ്ഞു, സമൃദ്ധ സുനിൻ്റെ പോലെ
സെൻറ്ററിൽ ഇവിടെ കട്ട് ചെയ്തിട്ട് ഫ്രണ്ടിൽ കട്ട് ചെയ്യുക, ബാക്കിൽ ആ ഒരു സ്റ്റൈലിൽ കട്ട് ചെയ്യാൻ പറഞ്ഞു. അവരെൻ്റെ അടുത്ത് പറഞ്ഞു ഫ്രണ്ടിൽ ഞാൻ കട്ട് ചെയ്ത് തരാമെന്ന് പറഞ്ഞിട്ട് സജിത്ത് ആ ചേട്ടനാണോ ഏത് ചേട്ടനെ കട്ട് ചെയ്തതൊക്കെയോ സജിത്ത് ചേട്ടനാണോ തോന്നുന്നു കട്ട് ചെയ്തത്. ഇനി ആൾ എൻ്റെ അടുത്ത് വന്നിട്ട് ടക്ക് 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 എന്ന് പറഞ്ഞിട്ട് 2 സെക്കൻഡ് കൊണ്ട് ഹെയർ കട്ട് ചെയ്തു. അതും ഇത്രയും പാർട്ടീഷൻ എടുത്തിട്ട് ആൾ കട്ട് ചെയ്തേ. എനിക്ക് ഇങ്ങനെ ഹാർട്ട് ഇടിക്കുക, എനിക്ക് വലിയ താല്പര്യമൊന്നും ഇല്ല വെട്ടാൻ, പക്ഷെ എന്നാലും ഒരു ആഗ്രഹമുണ്ട് വെട്ടണമെന്ന്. അപ്പോൾ അങ്ങനെ ഞാൻ കട്ട് ചെയ്തു. അത് കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞു ബാക്കിലും കുറച്ചൊന്ന് കട്ട് ചെയ്ത് തരുമോ ചോദിച്ചപ്പോൾ ആളിൻ്റെ അടുത്ത് പറഞ്ഞു സ്ട്രൈറ്റ് കട്ട് ചെയ്താൽ മതി, ഹെൽത്തി ആയിട്ടുള്ള ഹെയർ ആണ്, വെറുതെ നശിപ്പിക്കേണ്ട എന്നാണ് ആളുടെ അടുത്ത് പറഞ്ഞത്. അപ്പോൾ അങ്ങനത്തെ ഒരു പാർലറും കൂടി ആകുമ്പോൾ അതൊരു പോസിറ്റീവ് എനർജിയാണ്. ആളത് നശിപ്പിക്കാൻ വേണ്ടിയിട്ടല്ല ചെയ്തത്. ആളിൻ്റെ അടുത്ത് പറഞ്ഞു ഫ്രണ്ടിൽ മാത്രം ഫ്രിഞ്ചസ് കട്ട് ചെയ്താൽ മതി, ബാക്കിൽ നമുക്കൊന്നും ചെയ്യേണ്ട, അത്യാവശ്യം ഇങ്ങനെ തന്നെ മെയിൻറ്റെയിൻ ചെയ്താൽ തോന്നും. അത് കഴിഞ്ഞ് ഡ്രൈ ചെയ്യാൻ വന്നപ്പോഴും ഞാൻ ആ ചേട്ടൻ്റെ അടുത്ത് പറഞ്ഞു ചേട്ടാ ഹെയർ ഡ്രൈ ചെയ്യണ്ട, ജസ്റ്റ് സെമി ഡ്രൈ ചെയ്തിട്ട് എനിക്ക് ഫ്രണ്ടിൽ മാത്രം ഒന്ന് സെറ്റ് ചെയ്താൽ മതി. കാരണം നമ്മളിത് കട്ട് ചെയ്യുന്നത് എന്തിനാ, സ്പ്ലിറ്റ് എൻഡ്സും കാര്യങ്ങളും കളയാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ വീണ്ടും നമ്മൾ ഇത്രയും ഹീറ്റ് കൊടുക്കുമ്പോൾ വീണ്ടും ആ കട്ട് ചെയ്തിരുന്ന് പിന്നെ സ്പ്ലിറ്റ്സ് വരിക. അപ്പോൾ അതിൻ്റെ ആവശ്യമില്ല, നശിപ്പിക്കേണ്ടെന്ന് ഞാൻ അങ്ങോട്ട് പറഞ്ഞു. അപ്പോൾ അവരും അതാ പറഞ്ഞു ഓക്കെ അങ്ങനെ നോക്കുന്നുണ്ടല്ലോ എന്നുള്ള രീതിയിൽ അവർ അപ്രിഷ്യേറ്റ് ചെയ്തത്. അപ്പോൾ അത് നല്ലൊരു കാര്യമായിട്ട് എനിക്ക് തോന്നി. എല്ലാ പാർലറിലും അങ്ങനെ നമ്മൾ പറയുന്ന പോലെ അനുസരിക്കാമെന്നില്ല, ചിലവർക്ക് ഇഷ്ടപ്പെടില്ല നമ്മൾ ഓവറായിട്ട് അഭിപ്രായം പറഞ്ഞാൽ, ചിലവർ അത് നല്ല രീതിയിൽ എടുക്കും. അപ്പോൾ എനിക്ക് ആ കാര്യത്തിൽ അത് അടിപൊളിയായിട്ട് തോന്നി. പിന്നെ എൻ്റെ കസിൻ ഉണ്ട് ഇതേപോലെ കുറേ മുടി ഉണ്ടായിരുന്നു, പെട്ടെന്ന് പോയിട്ട് ഷോർട്ടാക്കി, ജസ്റ്റ് വി കട്ടോ സ്റ്റെപ്പ് കട്ടോ എന്തോ കട്ട് ചെയ്തിട്ട് പോന്നു. ഫ്രണ്ടിൽ ഫ്രിഞ്ചസും ബാക്കിൽ വി ഒക്കെ കട്ട് ചെയ്തിട്ട് വന്നു. സംഭവം ഹെയർ കട്ട് ചെയ്തപ്പോൾ ആൾക്ക് നല്ലോണം സ്യൂട്ട് ആവുന്നുണ്ട്, നല്ല ഭംഗിയുണ്ട്. പക്ഷെ അത്രയും മുടിയാണ് കട്ട് ചെയ്തത്. പക്ഷെ ഒരുപാട് പേര് പറഞ്ഞു എന്തിനാ കട്ട് ചെയ്തതെന്ന്. അത് ആളുടെ ചോയ്സാണ്, ആൾക്ക് ഇഷ്ടമില്ലെങ്കിൽ വേണ്ട. പക്ഷേ ഇങ്ങനെ കട്ട് ചെയ്ത് കളയുന്നവരോട് എനിക്ക് പറയാനുള്ളത് മുടിയുള്ളവരെ നിങ്ങൾ പോയിട്ട് പ്രൊവോക്ക് ചെയ്യരുത്. ഓ എന്തോരം മുടിയാ നിനക്ക് എന്തിനാണ് ഇങ്ങനെ, അങ്ങനെ ചോദിക്കാൻ നിൽക്കരുത്. നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്തതുകൊണ്ടാണ് നിങ്ങൾ വളർത്താത്തത്. അപ്പം നിങ്ങൾ ആ ഒരു രീതിയിൽ അതങ്ങോട്ട് വിടുക. അതേപോലെ പിന്നെ ഞാൻ കട്ട് ചെയ്യാൻ പോകുമ്പോൾ ഞാൻ മറ്റുള്ളവർക്ക് ഐഡിയാസ് പറഞ്ഞു കൊടുക്കും, കട്ട് ചെയ്യാനുള്ള സംഭവങ്ങളും സജഷൻസും ഒക്കെ ഞാൻ പറഞ്ഞു കൊടുക്കും. പക്ഷെ ഫൈനലി ഞാൻ പറയും മുടിയാണ്, നിങ്ങൾക്ക് വേണമെങ്കിൽ കട്ട് ചെയ്യാം. ചിലപ്പോൾ ഇത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര ഒരു മേക്ക് ഓവർ ഉണ്ടാവും. നല്ലതാണ്, ഫ്രണ്ടിലൊക്കെ കട്ട് ചെയ്തിടുകയാണെങ്കിൽ ഭംഗിയാണ്, നമുക്കൊരു മേക്ക് ഓവറും ആവും, നമുക്കൊരു സ്റ്റൈലിഷ് ലുക്കൊക്കെ ആവും. കട്ട് ചെയ്യുന്നത് നല്ലതാണ്. പക്ഷേ നന്നായിട്ട് ആലോചിക്കുക, കട്ട് ചെയ്ത് കണ്ട് റിഗ്രറ്റ് ചെയ്തിട്ട് കാര്യമില്ല. അങ്ങനെയാണ് ഞാൻ എപ്പോഴും എല്ലാവരുടെ സജഷൻ പറയാറ്. ഐഡിയാസും കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കും, കട്ട് ചെയ്യുമ്പോൾ എങ്ങനെ വേണമെന്നെല്ലാം ഞാൻ പറഞ്ഞു കൊടുക്കും. പക്ഷേ ഒരിക്കലും ഞാനായിട്ട് പ്രോത്സാഹിപ്പിക്കില്ല. നിങ്ങൾക്ക് ഇഷ്ടമാണോ യു ക്യാൻ ഡു ഇറ്റ്. ആ ഒരു ലെവലിലാണ് എൻ്റെ ഒരു കൺസെപ്റ്റ് എന്ന് പറയുന്നത്. അതാണ് അത് ഞാൻ പറഞ്ഞില്ലേ ഓരോരുത്തരുടെ ചോയ്സാണ്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറഞ്ഞത് ഇത്രയും ഹെയർ ഓയിലിങ്ങിൻ്റെ കാര്യങ്ങൾ പറഞ്ഞാലും ഇപ്പം എൻ്റെ പോലെ മുടി വരും നാളത്തേക്ക് എന്നൊന്നും ഞാൻ ആരോടും പറയുന്നില്ല. ഇതിലും സൂപ്പർ ഹെയർസ് ഉള്ള ആളുകളുണ്ട്. അതേപോലെ എനിക്കാക്കാനും പറ്റില്ല. അപ്പോൾ എനിക്ക് എൻ്റെ മുടി മെയിൻറ്റെയിൻ ചെയ്യാനേ ഉള്ളൂ. അപ്പോൾ എനിക്കിഷ്ടമാണോ ഞാനത് കട്ട് ചെയ്യും, എനിക്കിഷ്ടമല്ലെങ്കിൽ ഞാനത് കട്ട് ചെയ്യില്ല. ഇറ്റ്സ് ഓൺലി അപ് ടു മീ. അതെൻ്റെ മാത്രം ചോയ്സാണ്. അതേപോലെ തന്നെ ആയിരിക്കാം നിങ്ങളുടെ കാര്യങ്ങളും. നിങ്ങൾക്ക് ഇഷ്ടമാണോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ചെയ്യാൻ പറ്റണം. പിന്നെ ഒരു പ്രാവശ്യമൊക്കെ കട്ട് ചെയ്ത് വെച്ചിട്ട് ഒന്നും വരാനില്ല, മുടിയല്ലേ അത് വളർന്നോളും. നമുക്ക് ഇതുപോലെ പ്രോപ്പർ കെയർ കൊടുത്താൽ വളർത്തിയെടുക്കാവുന്നതേ ഉള്ളൂ. ഇത്രേ ഉള്ളൂ. നമ്മുടെ ഹെയറിൻ്റെ വീഡിയോ ആയിരുന്നു, പക്ഷേ കാട് കയറി പോയി സംസാരിച്ചത് എങ്ങനെ വർത്താനം പറഞ്ഞു പോകും. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. ഹെയർ നന്നായിട്ട് ഹെൽത്തി ആയിട്ട് കെയർ ചെയ്യുക. അത് നിങ്ങൾക്ക് ഷോർട്ട് ഹെയർ ഇഷ്ടമാണെങ്കിലും ലോങ് ഹെയർ ഇഷ്ടമാണെങ്കിലും നമ്മുടെ ഉള്ള ഹെയറും സ്കാൾപ്പും ഭംഗിയായിട്ട് കെയർ ചെയ്ത് പ്രോപ്പറായിട്ട് കൊണ്ടുപോകുക. അത്രേ ഉള്ളൂ. പിന്നെ നിങ്ങൾക്ക് എന്തൊക്കെ സ്റ്റൈൽസ് വേണമെങ്കിലും ചെയ്യാം. എന്ത് ചെയ്യുകയാണെങ്കിലും നമ്മുടെ സ്കാൾപ്പിനെ ദ്രോഹിക്കാതെ ചെയ്യുക. സ്ട്രൈറ്റനിങ് ചെയ്യണോ ചെയ്യാം, കേളിങ് ചെയ്യണോ ചെയ്യാം, ഇനി അതല്ല സ്മൂത്തനിങ് ചെയ്യണോ ചെയ്യാം, ക്രിമ്പിങ് ചെയ്യണോ ചെയ്യാം, എനിവേസ് കെരാറ്റിൻ ചെയ്യണോ അതും ചെയ്യാം. പക്ഷെ നമ്മുടെ പ്രോപ്പർ കെയറിങ് അതിന് കൊടുത്തിരിക്കണം. നമ്മളായിട്ട് നശിപ്പിക്കരുത്. അതായത് വേറൊന്നും കൊണ്ടല്ല, നമുക്കിത് നശിപ്പിക്കാൻ എളുപ്പമാണ്, പിന്നീട് അത് കൊണ്ടുവരാമെന്ന് പറഞ്ഞാൽ എളുപ്പമല്ല. പിന്നെ ഹെയർ ലവേഴ്സിന് മാത്രമാണ് ഇതൊക്കെ കൊഴിഞ്ഞു പോകുമ്പോഴും അല്ലെങ്കിൽ ഡാമേജസ് വരുമ്പോഴും വിഷമം ഉണ്ടാവുള്ളൂ. ചിലവർക്ക് അതൊക്കെ ഡൗൺ കെയർ ആണ്. അങ്ങനെയാണെങ്കിൽ സൂപ്പർ ഗുഡാണ്. കാരണം നമ്മൾ അയ്യോ എൻ്റെ മുടി പോയല്ലോ എന്ന് വെച്ചാൽ നമ്മൾ സ്ട്രെസ്ഡ് ആകുമ്പോൾ കൂടുതൽ ഹെയർ ഇങ്ങനെ കൊഴിഞ്ഞു പോവുള്ളൂ. അപ്പോൾ അതിൽ കാര്യമില്ല. അപ്പോൾ എന്തായാലും നിങ്ങൾ നിങ്ങളുടേതായ ചോയ്സിനെ ചൂസ് ചെയ്യുക. ഒരാളുടെയും കോപ്പി ചെയ്യാൻ നോക്കരുത്. ചിലപ്പോൾ വേറൊരാൾക്ക് ചേരുന്ന ഹെയർ കളറും ഹെയർ സ്റ്റൈലും നമുക്ക് സൂട്ട് ആവണം എന്നില്ല, അതും വേറൊരു ഫാക്റ്റാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് പറ്റുന്ന രീതിയിൽ പ്രോപ്പറായിട്ട് കെയർ ചെയ്തിട്ട് ചെയ്യാൻ മെയിൻറ്റെയിൻ ചെയ്യാം. അപ്പം ഞാൻ എന്തായാലും സജഷൻസ് കാര്യങ്ങളൊക്കെ പറയാം. എല്ലാം നമ്മുടെ സ്വന്തം ചോയ്സ് ആയിരിക്കണം എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇത് ഒരു സജഷൻ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. ഈ റോസ്മേരി എന്നെ പല രീതിയിൽ നമുക്ക് യൂസ് ചെയ്യാം. അതിൻ്റെയൊക്കെ വീഡിയോസ് ഓൾറെഡി ഒരു ലോഡ് ഉണ്ട് യൂട്യൂബിൽ, വേണമെങ്കിൽ ഞാനും ചെയ്യാം. ഹെയർ ലവേഴ്സിന് വേണ്ടിയിട്ടാണ് സ്പെഷ്യലി വീഡിയോ. ഹെയർ ഇഷ്ടമില്ലാത്തവർക്കും നമ്മുടെ ഹെയർ ആണ്, ഞാൻ നേരത്തെ പറയില്ല, പല്ലൊക്കെ നമ്മൾ നോക്കുന്ന പോലെ തന്നെ ഹെയറും കൃത്യമായിട്ട് വാഷ് ചെയ്ത് മെയിൻറ്റെയിൻ ചെയ്ത് സ്കാൾപ്പ് ക്ലിയറായി ഡേർട്സ് എല്ലാം കളഞ്ഞ് റിമൂവ് ചെയ്ത് അടിപൊളിയായിട്ട് പ്രോപ്പറായിട്ട് കൊണ്ടെടുക്കുക എന്നുള്ളത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. നമുക്കിത് തന്നിട്ടുണ്ടെങ്കിൽ അത് മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. അത് ഏത് രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്യണം എന്നുള്ളത് നമുക്ക് ഡിസൈഡ് ചെയ്യാം. ലൈക്ക് ഷോർട്ടായിട്ട് വേണോ, ലോങ് ആയിട്ട് വേണോ, മിഡ് ലെങ്ത് വേണോ, എന്ത് വേണമെങ്കിൽ നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യുന്ന രീതി നമുക്ക് പ്ലാൻ ചെയ്യാം. പക്ഷേ കെയർ ചെയ്യുക എന്നുള്ളത് നമ്മുടെ ഡ്യൂട്ടിയാണ്. സോ അത് മസ്റ്റായിട്ടും ട്രൈ ഔട്ട് ചെയ്യുക. അപ്പോൾ അത്രേ ഉള്ളൂ. വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആൻഡ് ഹെൽപ്ഫുൾ ആയിരിക്കും എന്ന് വിചാരിക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ എപ്പോഴും പറയാനുള്ള പോലെ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ടു ചാനൽ. നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.